നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ പ്യുവർ ലക്നോവി ഹാൻഡ് വർക്ക് വരുന്ന ഒരു കളക്ഷനാണ്. അത് നമ്മുടെ ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലാണ് വരുന്നത്. ഇത്രയും കളേഴ്സ് ആണ്, പേസ്റ്റലായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ആണ്. ഇതേപോലെ പ്യുവർ ഹാൻഡ് വർക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല വൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നെക്ക് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് സ്റ്റൈലാണ് വരുന്നത്. എല്ലാം ഇതിൽ പേസ്റ്റലായിട്ട് നിൽക്കുന്ന നല്ല ഒരു ഷെയ്ഡ്സ് പാറ്റേൺസ് ആണ് വന്നിരിക്കുക. ക്രഷ്ഡ് ഓർഗൻസ്, അതും ക്രഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ഇപ്പം നിങ്ങൾക്കറിയാം എല്ലാ ഫാബ്രിക്കിലും ക്രഷ്ഡ് ഉണ്ട്. അത് ഭയങ്കര ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്സ് ആണ്. അപ്പം അതിൽ തന്നെ ഓർഗൻസ ക്രഷ്ഡിലാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. ആണ് ഫസ്റ്റ് കളർ വരുന്നത്. എല്ലാം പേസ്റ്റൽ ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സുകളാണ്. ഒരു ലാവൻഡറിന് തന്നെ ഒരു പേസ്റ്റൽ ടോൺ ക്രഷ്ഡ് ഓർഗൻസി ആണെന്നാലും ഫ്ലോയിങ് സ്റ്റൈലിൽ തന്നെ കിടക്കും. അതിൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ലക്നോവി പ്യുവർ ലക്നോവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുക. ദുപ്പട്ട വന്നിട്ട് ഷിഫോൺ ദുപ്പട്ടയിൽ ഇതുപോലെ ലോവർ പാഡ്സിൽ സെയിം ലക്നോവി ഹാൻഡ് വർക്ക് തന്നെ കൊടുത്തേക്കുന്നത്. ലോവർ ബോർഡർ പോലെയാണ് ആ വർക്ക് ലോവർ പാർട്ടിൽ വന്നേക്കുന്നത്. അതിന്റെ അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു പേസ്റ്റലായിട്ട് നിൽക്കുന്ന ഒരു സാൻഡൽ യെല്ലോ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡിൽ സെയിം ലക്നോവി ചിക്കൻ കാരി ഹാൻഡ് വർക്ക് ആണ് ടോപ്പിലും അതേപോലെ തന്നെ ദുപ്പട്ടയിൽ ചെയ്തേക്കുക. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലാണ്. ഷെയ്ഡ് കുറച്ചൊരു ഡസ്റ്റി ആയിട്ട് നിൽക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലാണ് വന്നിരിക്കുന്നത്. അതിൽ ദുപ്പട്ടയിൽ പോയേക്കുന്നത് വർക്ക് ഇതേപോലെ വരും. ലക്നോവി വർക്ക് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലും അതേപോലെ ഹെവി ആയിട്ടുള്ള ലക്നോവിയും വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കും ആണ് വരുന്നത്. ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലുള്ള ടോപ്പും ദുപ്പട്ട ഷിഫോൺ ഫാബ്രിക്കിലും ആണ്. അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് പിങ്ക് ടോൺ ആണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. സോ എല്ലാ സ്കിൻ ടോണിനും മാച്ചിങ് ആണ്. അതിൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ലക്നോവി ചിക്കൻ കാരി ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ഹെവി എംബ്രോയിഡറി പാറ്റേൺ ആണ് വന്നിരിക്കുക. റേറ്റ് 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതാണ് ലാസ്റ്റ് ഉള്ളത്. ഒരു പേസ്റ്റലായിട്ട് നിൽക്കുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ലൈറ്റ് ബ്ലൂ ടോണിൽ വർക്ക് പാറ്റേൺസ് സെയിം. ഇപ്പം ഇത്രയും കളേഴ്സ് ആണ്, പേസ്റ്റൽ ടോൺസുകളാണ് ഇതിൽ വന്നിരിക്കുന്നതെല്ലാം. ഇതാണ് അതിൻ്റെ ദുപ്പട്ടയിൽ ലോവർ പാർട്ടിൽ തിക്കാട്ട് ആ ഒരു ഹാൻഡ് വർക്ക് പോയേക്കുന്നു. ടോപ്പിലും യോക്ക് പോർഷനിൽ തിക്ക് വർക്ക് വിത്ത് വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ഇങ്ങനെ വരും. ആ ഒരു വർക്ക് ഒന്നുകൂടെ നോക്കിയാൽ മതി. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള, അതായത് നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ ഒരു വർക്ക് നോർമലി എല്ലായിടത്തും ഭയങ്കര കോസ്റ്റ്ലി ആണ് ഈ ലക്നോവി ഹാൻഡ് വർക്ക് വരുന്നത്. അതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ഹെവി വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അതിൻ്റെ യോക്ക് പോർഷനിൽ ലൈറ്റ് ആയിട്ട് എന്നിട്ട് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സീക്വൻസ് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയിൽ വരുമ്പോഴും ഇതിൻ്റെ ബോർഡേഴ്സിൽ, അതായത് ലോവർ എൻഡ്സിൽ ഇതുപോലെ തിക്കായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് പാറ്റേൺ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടാണ് ആ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തേക്കുക. നല്ല ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ആണ്, ഡാർക്ക് ടോൺസ് അല്ല. ലക്നോവി വരുമ്പോൾ എപ്പോഴും ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സുകളാണ് കൂടുതലും എല്ലാവർക്കും ഇഷ്ടം. ഡാർക്ക് ടോണിൽ ലക്നോയുടെ ആ ഒരു വർക്കിൻ്റെ ആ ഒരു ബ്യൂട്ടിനെസ് നമുക്ക് ഒരിക്കലും കിട്ടൂല. ലൈറ്റ് ഷെയ്ഡ്സിലാണ് ഏറ്റവും കൂടുതലും എല്ലാവരും ലക്നോവി കാണിക്കാറുള്ളത്. ഇങ്ങനെ വൈറ്റും പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ്സും അങ്ങനെയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ചാർട്ടിലാണ് ലക്നോവി എപ്പോഴും ഫേമസ് ആയിട്ടുള്ള അങ്ങനത്തെ ടോൺ തന്നെയാണ് ഇതിലെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സേ വരുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്